ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് 2 സെക്ഷൻസും കൂടെ നോക്കാനുണ്ട്. 7.4 ആൻഡ് 7.5. 7.4 ട്രിഗണോമെട്രിക് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ്. മെത്തേഡ് ഓഫ് ട്രിഗണോമെട്രിക് സബ്സ്റ്റിറ്റ്യൂഷൻസ് നമ്മളത് ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചായിരുന്നു. അതായത് ഇതുപോലെ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന്, അതായത് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, അല്ലെങ്കിൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, അതും അല്ലെങ്കിൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ, ഈ പാറ്റേണിലൊക്കെ വരുന്ന ടേംസ് നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ടെങ്കിൽ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കാം. എക്സിന് നമ്മൾ സൈൻ തീറ്റ, കോസ് തീറ്റ പോലുള്ള ട്രിഗണോമെട്രിക് ടേംസ് ഉപയോഗിച്ചിട്ടായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുക. സോ ഇപ്പോൾ എ സ്ക്വയർ, റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നൊരു ടേമാണ് വരണമെങ്കിൽ എക്സിന് എ സൈൻ തീറ്റ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ കൊടുക്കുക. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ നോക്കുക, റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറിൽ എക്സിൻ്റെ സ്ഥാനത്ത്, ഈ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ എ സ്ക്വയർ എ സൈൻ തീറ്റ എന്ന് കൊടുക്കുകയാണെങ്കിൽ എക്സ് സ്ക്വയർ എന്നുള്ളത് എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്നാകുന്നു. സോ ഇവിടെയും ഈ രണ്ടിടത്തും എ സ്ക്വയർ കോമൺ ആയതുകൊണ്ട് എ സ്ക്വയർ ഔട്ട് എടുത്താൽ ബ്രാക്കറ്റിനുള്ളിൽ എന്ത് വരും? ഈ എ സ്ക്വയറിൽ നിന്ന് എ സ്ക്വയർ പുറത്ത് പോകുമ്പോൾ 1 വരും. ഈ എ സ്ക്വയറിൽ നിന്ന് ഒരെണ്ണം പുറത്ത് പോകുമ്പോൾ സൈൻ സ്ക്വയർ തീറ്റ മാത്രം. സോ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും. 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്നുള്ളത് കോസ് സ്ക്വയർ തീറ്റയാണ്. ഈ എ സ്ക്വയറിന് റൂട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എ എന്നാകും. ദെൻ ഈ കോസ് സ്ക്വയർ തീറ്റയ്ക്കായിരിക്കും റൂട്ട് ഉണ്ടാവുക. റൂട്ടും സ്ക്വയറോടെ ക്യാൻസലായിപ്പോയി കോസ് തീറ്റ എന്ന് വരും. സോ എ കോസ് തീറ്റ എന്ന് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. സോ ഇങ്ങനൊരു സിംപ്ലിഫിക്കേഷൻ, അതായത് റൂട്ട് കളയാൻ വേണ്ടി, റൂട്ടിൻ്റെ ഉള്ളിൽ ഒരു ഫംഗ്ഷൻ കിടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കോംപ്ലിക്കേറ്റഡ് ഫോമിലാണ് കിടക്കുന്നത്. ആ റൂട്ട് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തെ ട്രിഗണോമെട്രിക് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ് നോർമലി കൊടുക്കുക. ആ ടൈപ്പിലുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ്. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു 4 റൂട്ട് ഓഫ് 4 മൈനസ് എക്സ് സ്ക്വയർ. ഈ പ്രോബ്ലം നമ്മൾ ക്ലാസ്സിൽ ചെയ്തതാണെന്ന് വിചാരിക്കുന്നു, എങ്കിലും ഒന്നുകൂടെ പറയുകയാണ്. സോ റൂട്ട് ഓഫ് എ മൈനസ് എക്സ് സ്ക്വയർ ഫോമിലാണ് വരുന്നത്. എ മൈനസ് എക്സ് സ്ക്വയർ ഫോമിലാണ് വരണമെങ്കിൽ, അല്ലെങ്കിൽ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഫോമിലാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? എക്സിന് എ സൈൻ തീറ്റ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷനാണ് കൊടുക്കുക. ഓക്കെ, റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഫോമിലാണ് വരുന്നതെങ്കിൽ എക്സിന് എ സൈൻ തീറ്റ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ആണല്ലോ കൊടുക്കുക. സോ ഇവിടെ 4 ആണ് എ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് വന്നത്. അപ്പോൾ എ എന്തായി? 2 ആണ് അല്ലേ? 4 ഈക്വൽ ടു എ സ്ക്വയർ ആണെങ്കിൽ എ എന്ന് പറയുന്നത് എന്താ? റൂട്ട് ഓഫ് 4 ആണ്, അതായത് 2 എന്നാണ് കിട്ടുന്നത്. ആ രീതിയിലാണ് നമുക്കിവിടെ എക്ക് 2 എന്നുള്ളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിരിക്കുന്നത്. സോ എന്താണ്? എക്സ് എന്ന് പറയുന്നതിന് നമുക്ക് 2 സൈൻ തീറ്റ എന്ന് കൊടുക്കാം. സോ ഡി എക്സ് എന്ന് പറയുന്നത് ഈ 2 സൈൻ തീറ്റ ഡെറിവേറ്റീവ്, 2 കോൺസ്റ്റൻ്റ് ആണ്, സൈൻ തീറ്റ ഡെറിവേറ്റീവ് കോസ് തീറ്റ ഡി തീറ്റ. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് പോവുകയാണ്. ഓക്കെ, ഡി എക്സിനും ഈ തന്നിരിക്കുന്ന എക്സിനും ഒക്കെ 2 സൈൻ തീറ്റ എന്നുള്ളതും 2 കോസ് തീറ്റ ഡി തീറ്റ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുന്നു. സോ 4 കോമൺ ആയിട്ട് അവിടെ എടുത്ത് ജസ്റ്റ് സിംപ്ലിഫിക്കേഷൻ ഫോം മാത്രമേ ഉള്ളൂ. സോ ഫൈനലി ഇത് 1/4 ഇൻറ്റു ഡി തീറ്റ ബൈ സൈൻ സ്ക്വയർ തീറ്റ എന്നാണ് വരിക. 1 ബൈ സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് കൊസീക് സ്ക്വയർ ആണ്. 1 ബൈ സൈൻ എന്ന് പറയുന്നത് കൊസീക് ആണല്ലോ. സോ 1 ബൈ സൈൻ സ്ക്വയർ എന്ന് പറയുന്നത് കൊസീക് സ്ക്വയർ തീറ്റ എന്നാണ് വരിക. സോ ഇൻ്റഗ്രൽ കൊസീക് സ്ക്വയർ തീറ്റ ഡി തീറ്റ എന്നാണ് വരുന്നത്. സോ വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 1/4 കോട്ട് തീറ്റ പ്ലസ് സി എന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താം. ഓക്കെ, ദെൻ കോട്ട് തീറ്റ എന്ന് പറയുന്നതിനെ നമ്മളിപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ എക്സ് ഈക്വൽ ടു 2 സൈൻ തീറ്റ എന്നൊരു സബ്സ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അല്ലേ? സോ എക്സ് ഈക്വൽ ടു 2 സൈൻ തീറ്റ എന്നുള്ള ഇൻഫർമേഷനിൽ നിന്ന് നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ടാക്കിയെടുക്കാം. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ എന്താണ്? ഇതുപോലെ റൈറ്റ് ആംഗിൾ ഫോം ചെയ്യുന്ന 2 സൈഡുകൾ, ഒരെണ്ണം എക്സും ഒരെണ്ണം റൂട്ട് ഓഫ് 4 മൈനസ് എക്സ് സ്ക്വയറുമായിട്ടായിരിക്കും വരിക. ദെൻ ഇവിടെ ഈ സൈഡ് 2 ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെയാണെങ്കിലാണ് ഈ എക്സിൻ്റെ വാല്യൂ 2 സൈൻ തീറ്റ എന്ന് പറഞ്ഞ് വരിക. അതെങ്ങനെയാണ് ഫോം ചെയ്തതെന്നൊക്കെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതായത് ഇപ്പോൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ ആംഗിൾ തീറ്റയുമാണ്, ഈ ആംഗിളാണ് തീറ്റ, ഈ സൈഡിൻ്റെ ലെങ്ത്ത് എയുമാണെന്ന് വിചാരിക്കുക. ദിസ് ഇസ് തീറ്റ, സൈഡ് എ ആണെങ്കിൽ ഈ സൈഡ് എന്ന് പറയുന്നത് എ സൈൻ തീറ്റ ആയിരിക്കും. ആൻഡ് ദിസ് സൈഡ് ഇസ് എ കോസ് തീറ്റ ആയിരിക്കും. ഓക്കെ, ആ ഒരു പാറ്റേണിലാണ് നമ്മളിത് ഡിസ്കസ് ചെയ്തത്. ദെൻ ആ രീതിയിൽ നമുക്ക് കോട്ട് തീറ്റേനെ എങ്ങനെ എഴുതാം? കോട്ട് തീറ്റ, ടാൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ്. സോ കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് എന്നാണ് വരിക. ദിസ് ഈസ് ദ ആംഗിൾ തീറ്റ. അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇതാണ് റൂട്ട് ഓഫ് 4 എക്സ് സ്ക്വയർ.
ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എക്സ്. സോ √4 - x² എന്ന് വരും അല്ലേ. ഇങ്ങനെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് കോട്ട് തീറ്റയ്ക്ക് കൊടുക്കാം ആണല്ലോ. അപ്പോൾ എന്തായി, ഈ ഇക്വേഷനിൽ കോട്ട് തീറ്റയ്ക്ക് വരും ഇങ്ങനെ ഒരു റെപ്രസെൻറ്റേഷൻ കൊടുത്താൽ ഫൈനൽ ആൻസർ -1/4 √4 - x² പ്ലസ് സി എന്ന് ആൻസറിലേക്ക് കിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ ഫൈനൽ ആൻസറിൽ എക്സിൽ വേണം കിട്ടാൻ. നമ്മുടെ ക്വസ്റ്റ്യനിൽ തീറ്റ എന്നൊരു ടേം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ആൻസറിലും തീറ്റ എന്നൊരു ടേം വരണ്ട. അതുകൊണ്ടാണ് നമ്മൾ എക്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ വരുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇവാലുവേറ്റ്. ആ സെയിം ക്വസ്റ്റ്യൻ അതിനൊരു ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. 1 to √2 എന്നൊരു ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. സോ ആ ആൻസറിലെ എക്സിന് നമ്മൾ 1 to √2 എന്നുള്ള ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പർ ലിമിറ്റ് ബൈ ലോവർ ലിമിറ്റ്, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യുക. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്ത് ഫൈനൽ ആൻസറിലേക്ക് എത്താം. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഈ പ്രോബ്ലം ഓൾറെഡി ചെയ്തതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. ജസ്റ്റ് നിങ്ങൾ നോക്കുക. കംപ്ലീറ്റ് ചെയ്തിട്ടില്ലാത്തവർ നോട്ടിലേക്ക് ഈ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. ദെൻ ഇൻ ടേംസ് ഓഫ് തീറ്റയിലാണ് നമ്മൾ ലിമിറ്റ് ചെക്ക് ചെയ്യുന്നത് എങ്കിൽ എക്സിൻ്റെ വാല്യൂ ആണ് 1 തൊട്ട് √2 വരെ വേരി ചെയ്യുക. ആ സമയത്ത് തീറ്റ എങ്ങോട്ട് വേരി ചെയ്യുന്നു എന്ന് ചെക്ക് ചെയ്യണം. സോ എക്സ് 1 to √2 ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് തീറ്റ എങ്ങോട്ടേക്ക് പോകുന്നു എന്ന് നോക്കണം. എക്സും തീറ്റയും തമ്മിലുള്ള റിലേഷൻ എന്താ, എക്സ് ഈക്വൽ ടു 2 sin തീറ്റയാണ് അല്ലേ. അപ്പോൾ തീറ്റ ഈക്വൽ ടു എന്ത് വരും എന്ന് നോക്കുക. ഈ 2 ഇവിടെ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യുമ്പോൾ x/2 ഈക്വൽ ടു sin തീറ്റ എന്ന് വരും. then ഈ സൈനിനെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ എന്താ, ഈ തീറ്റ ഈക്വൽ ടു sin ഇൻവേഴ്സ് ഓഫ് x/2 എന്നാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ x ഈക്വൽ ടു 1 ആകുമ്പോൾ തീറ്റ ഈക്വൽ ടു sin ഇൻവേഴ്സ് ഓഫ് 1/2. x ഈക്വൽ ടു √2 ആകുമ്പോൾ തീറ്റ ഈക്വൽ ടു sin ഇൻവേഴ്സ് ഓഫ് √2/2. അതിൻ്റെ വാല്യൂസ് π/6 π/4 ആണ് വരിക. സോ നമ്മൾ ഇൻ ടേംസ് ഓഫ് തീറ്റയിലാണ് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത് എങ്കിൽ, ഓക്കെ, ഇൻ ടേംസ് ഓഫ് തീറ്റയിലാണ് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത് എങ്കിൽ π/6 to π/4 എന്നുള്ള ലിമിറ്റിൽ വേണം കൊടുക്കാനായിട്ട്. സോ ആ രീതിയിൽ ചെയ്താൽ നമുക്ക് സെയിം ആൻസർ തന്നെയാണ് കിട്ടുന്നത്. ആ മെത്തേഡും കൂടെ കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ദെൻ തേർഡ് പ്രോബ്ലം, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ എലിപ്സ് x² + a² + y² = 1. ഏരിയ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നോർമലി എലിപ്സിൻ്റെ ഫിഗർ എന്ന് പറയുന്നത് അവിടെ സൈഡിൽ തന്നിട്ടുണ്ട്. ഇതാണ് എലിപ്സ്. സോ ഇവിടെ എലിപ്സിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് ഈ എലിപ്സിൻ്റെ ഈ ഫുൾ എലിപ്സിൻ്റെ ഉള്ളിലുള്ള ഈ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. സോ അപ്പോൾ ഈ ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ ഇൻറ്റു 4 ചെയ്താൽ മതിയല്ലോ. ഇത്രയും തന്നെയാണ് ഇതാ ഇവിടെയും വരിക, ഇവിടെയും ഇവിടെയൊക്കെ വരിക അല്ലേ. ഈക്വലി ഡിവൈഡ് ചെയ്ത് പോയിരിക്കുന്നതുകൊണ്ട് ഈ ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് 4 ഇൻറ്റു ചെയ്താൽ ടോട്ടൽ ആൻസർ ആയിക്കോളും അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇക്വേഷനെ, ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സും വൈയും മിക്സ്ഡ് ആയിട്ടുള്ള ഫോമിലാണ് ഇരിക്കുന്നത്. സോ y ഈക്വൽ ടു എന്നുള്ള പാറ്റേണിലേക്ക് ഇതിനെ കൊണ്ടുപോവുക. y ഈക്വൽ ടു എന്നുള്ള പാറ്റേണിലേക്ക് ഇതിനെ കൊണ്ടുപോകുമ്പോൾ കിട്ടുന്ന ഫോമാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം, y² / b² നിർത്തിയിട്ട് x² / a² അങ്ങോട്ടേ കൊണ്ടുപോവുക. അപ്പോൾ എങ്ങനെയാവും, 1 - x² / a² എന്നാകില്ലേ. അതായത് y² / b² = 1 - x² / a² എന്നാകും. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താ വരിക, a² × 1. അപ്പോൾ എന്തായി, a² - x² ഡിവൈഡഡ് ബൈ a² എന്നാകും. y² / b² = a² - x² / a² എന്നാകും. സോ ത്രൂ ഔട്ട് റൂട്ട് എടുക്കുമ്പോൾ ഈ സ്ക്വയർ എല്ലാം അങ്ങ് പോയിക്കോളൂല്ലോ അല്ലേ. അപ്പോൾ എന്തായി, y/b ഈക്വൽ ടു √(a² - x² / a). ഇങ്ങനെയായിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. ദെൻ ഈ ബീനെയും കൂടെ അപ്പുറത്ത് കൊണ്ടേ മൾട്ടിപ്ലൈ ചെയ്താൽ y ഈക്വൽ ടു b/a √(a² - x² എന്ന് കിട്ടിക്കോളും. ഓക്കെ, അതാണ് ഈ എഴുതി വെച്ചിരിക്കുന്ന ഇക്വേഷൻ. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഈ പാറ്റേണിൽ നമ്മൾ y ഈക്വൽ ടു എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഈ ഇക്വേഷനെ വേണം നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട്. എവിടെ തുടങ്ങി, ഇൻ ടേംസ് ഓഫ് എക്സിലുള്ള ഒരു ഇക്വേഷനാണ്. സോ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് എവിടം തൊട്ട് എവിടം വരെ വേരി ചെയ്യുന്നു വേണം നോക്കാൻ. ദിസ് ഈസ് അവർ എക്സ് ആക്സിസ്. എക്സ് ആക്സിസ് 0 തൊട്ട് a വരെയാണ് വേരി ചെയ്യുക. എ എന്ന് പറയുന്നത് എങ്ങനെ കിട്ടിയത്, എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിൻ്റാണ് എ, വൈ ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിൻ്റാണ് ബി.
അങ്ങനെയാണ് ഈ ഇക്വേഷൻ കിടക്കുക. സോ 0 to a ആണ് എക്സ് വേരി ചെയ്യുന്നത്. സോ ഇൻ്റഗ്രൽ 0 to a ബി ബൈ എ ഇൻറ്റു ഈ 0 to എയിൽ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഇൻറ്റു 4 ചെയ്താൽ ടോട്ടൽ ഏരിയ ആവും. അതാണ് 4 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to a ബി ബൈ എ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് വരിക. എയും ബി ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്. ഇതാ ഇങ്ങനെ പുറത്തേക്ക് എടുക്കുന്നു. നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറിനെയാണ്. ഓക്കെ, സോ അതിനെ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം? ഇതുപോലെ റൂട്ട് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ട്രിഗണോമെട്രിക് സബ്സ്റ്റിറ്റ്യൂഷൻ. സോ എക്സിന് എ സൈൻ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ എക്സ് ഈക്വൽ ടു 0യും എക്സ് ഈക്വൽ ടു എയും ആകുമ്പോൾ തീറ്റ എന്ന് പറയുന്നത് സൈൻ വേഴ്സ് ഓഫ് 0 സൈൻ വേഴ്സ് ഓഫ് 1 ആണ്. ദാറ്റ് ഈസ് 0 to π/2 ആണ് വരിക. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്തോരും എക്സിന് ആദ്യം ഇതുപോലെ എ സൈൻ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കോമൺ ആയിട്ട് പുറത്തൊക്കെ എടുക്കുമ്പോൾ പുറത്ത് ഈ ഡി എക്സ് എന്നുള്ളത് എ കോസ് തീറ്റ ഡി തീറ്റ എന്നാകുന്നു. ഈ റൂട്ടിൻ്റെ അകത്തെ ടേം എ കോസ് തീറ്റ എന്ന് വരും. ഓക്കെ, അപ്പം ഈ റൂട്ടിനകത്തെ ടേം ആണ് ഈ ഫസ്റ്റ് എ കോസ് തീറ്റ. എ കോസ് തീറ്റ ഡി തീറ്റ എന്നുള്ളത് ഈ ഡി എക്സിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ 2 2 കോസ് തീറ്റയും വന്നു. അപ്പോൾ എന്തായി? എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എന്നാണ് വരിക. ആ എ സ്ക്വയറിൽ ഒരു എയും ഇതാ ഈ താഴത്തെ എയുടെ ക്യാൻസലായി പോകുന്നു. ഓക്കെ, എന്നിട്ട് ഈ എനെ പുറത്തേക്ക് എടുക്കുമ്പോൾ എന്തായി? അതായത് ഈ എയും ഈ എയുടെ ക്യാൻസലായി പോകുന്നു. ഈ എനെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ 4ab എന്നാകുന്നു. ഇൻ്റഗ്രൽ 0 to π/2 കോസ് സ്ക്വയർ തീറ്റ ഡി തീറ്റ എന്നാണ് നമുക്ക് കിട്ടുക. 4ab കോൺസ്റ്റൻ്റ് അതിൻ്റെ പുറത്ത് നിർത്തുന്നു. കോസ് സ്ക്വയർ തീറ്റനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 + cos 2 θ/2 അല്ലെങ്കിൽ 1/2 × 1 + cos 2 θ. ഇങ്ങനൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. കോസ് സ്ക്വയർ തീറ്റയുടെ ഒരു ഇക്വേഷനാണ്. നമ്മളത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. 1/2നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്താ വരിക? അല്ലെങ്കിൽ ഈ 1/2 കോൺസ്റ്റൻ്റ് ആണല്ലോ. 1/2നെ പുറത്തേക്ക് ഇറക്കാം. ഈ 2ഉം ഈ 4 ക്യാൻസലായപ്പോൾ ഇവിടെ 2 എന്ന് വരും. അതാണ് 2ab എന്നായത്. ദെൻ ഈ 1നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തീറ്റ എന്ന് കിട്ടും. കോസ് 2 തീറ്റനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ 2 θ/2 എന്നാണ് കിട്ടുക. ദെൻ ലിമിറ്റ് അപ്ലൈ ചെയ്യുക 0 to π/2. ഫൈനൽ ആൻസർ πab എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. ഓക്കെ, ദിസ് ഈസ് ദ ഏരിയ. ദെൻ ഓക്കെ, ഓരോ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ, എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ, ഇതുപോലെയൊക്കെ വരുമ്പോൾ കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ് തന്നിരിക്കുന്നത്. അതായത് സബ്സ്റ്റിറ്റ്യൂഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസേഴ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മളിപ്പോൾ എ സൈൻ തീറ്റയുടെ പ്രോബ്ലംസ് ആണ് ചെയ്തിട്ടുള്ളത്. എ ടാൻ തീറ്റ വരുന്നതും എ സീക്ക് തീറ്റ വരുന്നതുമായിട്ടുള്ള പ്രോബ്ലംസും വരാം. അപ്പോൾ അതും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ അതുപോലെ അടുത്ത പ്രോബ്ലമാണ് ഫൈൻഡ് ദ ആർക്ക് ലെങ്ത് ഓഫ് ദ കർവ് y = x²/2 ഫ്രം x = 0 to x = 1. ഓക്കെ, അപ്പോൾ എന്താണ്? നമുക്കൊരു കർവ് തന്നിട്ടുണ്ട്. അതിൻ്റെ ആർക്ക് ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ആർക്ക് ലെങ്ത്തിൻ്റെ ഇക്വേഷൻ ആണ് ഈ തന്നിരിക്കുന്നത്. L = ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് 1 + dy/dx the whole square dx എന്നുള്ളത് ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിച്ചു വെക്കണം. ആർക്ക് ലെങ്ത്തിൻ്റെ ഇക്വേഷനാണത്. സോ x = 0 to x = 1 ആയതുകൊണ്ട് ആ ലിമിറ്റ് നമ്മളങ്ങ് ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. ഇത് ഓരോ ക്വസ്റ്റ്യൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ലിമിറ്റിംഗ് വാല്യൂ ഓരോ ക്വസ്റ്റ്യൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ബാക്കിയുള്ള ഈ ഇക്വേഷൻ, ബേസിക് ആയിട്ടുള്ള ഈ ഇക്വേഷൻ ഇത് ഇങ്ങനെ തന്നെയാണ്. ഇത് ആർക്ക് ലെങ്ത്തിൻ്റെ ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിച്ചു വയ്ക്കാം. സോ ഈ y എന്നുള്ള ആളുടെ ഡെറിവേറ്റീവാണ് dy/dx കൊണ്ട് ഉദ്ദേശിക്കുക. x²/2ന് ഡെറിവേറ്റീവ് എടുക്കുന്നു, എന്നിട്ട് അതിനെ സ്ക്വയർ ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താ? x² ഡെറിവേറ്റീവ് 2x/2 ഉണ്ട്. 2 കൂടെ ക്യാൻസലായി പോകുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? dy/dx എന്നുള്ളത് x എന്നാണ് കിട്ടുക അല്ലേ? അതിൻ്റെ സ്ക്വയർ ചെയ്യുമ്പോൾ x² എന്ന് വരും. ഇവിടെ ഒരു സ്ക്വയർ ടേം ഉണ്ടല്ലോ, x² എന്ന് വരും. സോ റൂട്ട് ഓഫ് 1 + x² എന്നാണ് ഇതിൻ്റെ ഉള്ളിൽ വരിക. ഇതിനെയാണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. റൂട്ട് ഓഫ് 1 + x² വരുമ്പോൾ എന്താ ചെയ്യുക? x = tan θ എന്നാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പോൾ dx/dθ എന്നുള്ളത് sec² θ എന്നാണ് കിട്ടുന്നത്. അതായത് dxനെ sec² θ dθ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എക്സിൻ്റെ ലിമിറ്റിംഗ് വാല്യൂസ് തീറ്റയിലേക്ക് കൺവേർട്ട് ചെയ്യണം. 0 to 1 എന്നുള്ളത് 0 to π/4 ആയിട്ട് മാറും. അതെന്തുകൊണ്ടാണ്? തീറ്റ = tan ഇൻവേഴ്സ് ഓഫ് എക്സ് എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് അത് കണ്ടുപിടിച്ചത്. ഓക്കെ, ദെൻ ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് പോവുക.
ക്യാപിറ്റൽ എല്ലിൻ്റെ ഇക്വേഷനിൽ നേരെ ഇതൊക്കെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0 to 1 എന്നുള്ളത് 0 to π/4 ആകുന്നു. ദെൻ ഇൻ √1 + x² എന്നുള്ളത് √1 + tan² θ ഇൻറ്റു sec² θ d θ എന്ന് വരുന്നു. ഓക്കെ, 1 + tan² θ എന്ന് പറയുന്നത് sec² θ ആണ്. അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ വെറും sec θ എന്ന് വരും. സോ പുറത്തൊരു sec² θ കൂടെ ഉള്ളതുകൊണ്ട് sec³ θ എന്നാകുന്നു. sec³ θ നമുക്ക് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. ഇങ്ങനെ കുറച്ച് ഫോർമുലാസ് ഉണ്ടായിരുന്നു. പവറിൻ്റെ റിഡക്ഷൻ ഫോർമുലാസ് എന്ന് പറഞ്ഞ് നമ്മൾ കുറച്ച് ഫോർമുലാസ് പഠിച്ചിരുന്നു. അതിനകത്തെ ഒരെണ്ണമാണിത്. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക, എന്നിട്ട് ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, 1/2 sec θ tan θ എന്നാണ് വരുന്നത്. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴുള്ള വാല്യൂസ് ആണ് കേട്ടോ. സോറി, sec³ ഇൻ്റഗ്രൽ വാല്യൂ ആണിത്. 1/2 sec θ tan θ പ്ലസ് 1/2 log sec θ പ്ലസ് tan θ എന്നാണ് വരിക. അതിന് 0 to π/4 എന്നുള്ള ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് എത്തും. ദാറ്റ്സ് ഇറ്റ്. ഇവിടെ വെച്ച് തന്നെ നമുക്ക് നിർത്താം. ആക്യുറേറ്റ് വാല്യൂയിലേക്ക് പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ √x² - 25/x dx. ഇതെങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം? സോ ഇവിടെ റാഡിക്കൽ ഫോം വന്നിട്ടുണ്ട്, √x² - x² എന്നുള്ളത്. അതായത് A5 ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പാറ്റേണിലാണ് ഈ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? x = 5 sec θ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. കറസ്പോണ്ടിങ് dx എന്ത് വരും? 5 sec θ tan θ d θ. അത് ഡെറിവേറ്റീവ് എടുക്കുക, അത്രയേ ഉള്ളൂ. ദെൻ തീറ്റയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇവിടെ ലിമിറ്റ് ഒന്നുമില്ല, ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. സോ ഈ ഇൻ്റഗ്രൽ പാറ്റേണിൽ ഇങ്ങനെ റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ 25 കോമൺ ഉണ്ട്. ഔട്ട് എടുക്കുക. റൂട്ട് ഉള്ളത് കൊണ്ട് അത് 5 ആയിട്ട് മാറും. 25ൻ്റെ റൂട്ട് 5 എന്ന് മാറും. ദെൻ sec² θ -1 എന്നാണ് വരിക. അത് tan² θ ആണ്. റൂട്ടിൻ്റെ അകത്തുള്ളത് കൊണ്ട് സ്ക്വയറും റൂട്ടൂടെ ക്യാൻസൽ ആയിപ്പോയി tan θ എന്ന് കയറി വരും. ഡിനോമിനേറ്ററിൽ 5 sec θ ഉണ്ട്. ഈ 5 sec θയും ഈ 5 sec θയും കൂടെ ക്യാൻസലായി പോകുന്നു. ദെൻ ഓക്കെ, ഈ 5 sec θയും ഈ 5 sec θയും കൂടെ ക്യാൻസലായി പോകുന്നു. ഈ 5നെ നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു. അതാണ് ഇതായത്. ഓക്കെ, ദെൻ ഇവിടെ ഒരു tan θ ഉണ്ട്, ഇവിടെ ഒരു tan θ ഉണ്ട്. ദെൻ tan² θ എന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം, അല്ലെങ്കിൽ കമ്പൈൻ ചെയ്ത് എഴുതാം. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. tan² ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. tan² പകരം sec² θ -1 എന്ന് ഇട്ട് കൊടുക്കുന്നു. sec² tan θ എന്ന് കൊടുത്തു. 1ൻ്റെ ഇൻ്റഗ്രൽ തീറ്റ തന്നെയാണ്. ഈ 5 രണ്ടുപേർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു. ദിസ് ഇസ് ദ ഫൈനൽ ആൻസർ. ഓക്കെ, ഇത് തീറ്റയിലാണ് കിടക്കുന്നത്. നമുക്ക് എക്സിലേക്ക് മാറ്റണം. തീറ്റനെ എക്സിലേക്ക് റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. എന്താണ് ഇക്വേഷൻ? tan θ = √x² - 25/5 എന്നുള്ള പാറ്റേണിലാണ് കിടക്കുന്നത്. x = 5 sec θ എന്നുള്ളതിൽ നിന്ന് നമ്മൾ എഴുതുന്നതാണ് കേട്ടോ. ആ രീതിയിൽ ഒരു ഫിഗർ ഉണ്ടാക്കിയെടുക്കുന്നു. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ടാക്കിയെടുക്കുന്നു. ഇതാണ് തീറ്റ ആൻഡ് ദിസ് ഇസ് അവർ എക്സ്. അങ്ങനെയാണെങ്കിൽ ദിസ് സൈഡ് ഇസ് 5, ദിസ് ഇസ് √x² - 25. x = 5 sec θ എന്ന് കിട്ടണമെങ്കിൽ ഇതാണ് പാറ്റേൺ. അപ്പോൾ എന്തായി? ഇവിടെ tan θനെ വേണം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അപ്പോൾ tan θ എന്ന് പറയുന്നത് √x² - 25/5 എന്നാണ് വരിക. അതായത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്നുള്ള പാറ്റേണിലാണ് വരിക. അതവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം, അത്രയേ ഉള്ളൂ. ദെൻ തീറ്റയുടെ വാല്യൂ sec inverse of x/5 ആണ്. അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അതായത് ഈ തീറ്റയ്ക്ക് പകരം sec inverse of x/5 കൊടുത്തു. ഈ tan തീറ്റയ്ക്ക് പകരം ഈ ഇക്വേഷൻ ഇട്ട് കൊടുക്കുന്നു. പുറത്തൊരു 5 ഉണ്ട്. ആ 5 ഈ 5 ഇവിടെ ക്യാൻസലായി പോയിട്ടാണ് ഇവിടെ √x² - 25 എന്ന് കിട്ടിയത്. ദാറ്റ്സ് ഇറ്റ്. ഇനി വേറൊരു പ്രോബ്ലം. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ x/x² - 4x + 8 dx. ഇതിനെ എങ്ങനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാന്നുള്ളതാണ്. ആദ്യമേ ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. ഓക്കെ, ഈ ഡിനോമിനേറ്റർ ടേം ആയിട്ടുള്ള x² - 4x + 8നെ ഒന്ന് കമ്പൈൻ ചെയ്ത്, അല്ലെങ്കിൽ അതിനെ ഒന്ന് വേറൊരു പാറ്റേണിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഒരു 4 ആഡ് ചെയ്യുകയും സബ്ട്രാക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, ഒരു 4 ആഡ് ചെയ്യുകയും സബ്ട്രാക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ആദ്യത്തെ 3 ടേംസും കൂടെ കമ്പൈൻ ചെയ്ത് x - 2² എന്ന് എഴുതാം. ഓക്കെ, x
എക്സ് മൈനസ് ടു ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. പ്ലസ് 4 എന്നാണ് നമുക്ക് വരിക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിനെയാണ് നമുക്ക്, ഈ ടേം ആണ് നമുക്ക് ഡിനോമിനേറ്റർ ആയിട്ട് വരാൻ പോകുന്നത്. സോ ദിസ് ഇൻ്റഗ്രൽ ടേം ബിക്കം ലൈക്ക് ദിസ്, ഇൻ്റഗ്രൽ എക്സ് ബൈ എക്സ് മൈനസ് ടു ദ ഹോൾ സ്ക്വയർ പ്ലസ് 4. ഈ എക്സ് മൈനസ് ടുവിനെ നമ്മൾ യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡി യു ഈക്വൽ ടു ഡി എക്സ് ആകും. ഓക്കെ, ആ രീതിക്ക് നമുക്ക് ഈ ഇക്വേഷനെ എക്സ് എന്ന് പറയുന്നപ്പോൾ എന്തായി, ഈ -2 ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ, ഈ ഇക്വേഷനിൽ -2 ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ എക്സ് ഈക്വൽ ടു യു പ്ലസ് 2 എന്നാകും. അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്, യു പ്ലസ് 2. ദെൻ ഡിവൈഡഡ് ബൈ യു സ്ക്വയർ പ്ലസ് 4 എന്ന് കൊടുത്തു. ഓക്കെ, ഈ രീതിയിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, യു ബൈ, അതായത് യുവിന് ഡിനോമിനേറ്റർ ടേമിനെ നമ്മൾ യുവിനും ടുവിനും രണ്ടുപേർക്കും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നു. യു ബൈ യു സ്ക്വയർ പ്ലസ് 4 എന്നും 2 ബൈ യു സ്ക്വയർ പ്ലസ് 4 എന്നും എഴുതി രണ്ട് ടേം ആക്കി സ്പ്ലിറ്റ് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ്. ആദ്യത്തേത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, താഴത്തെ ആളുടെ ഡെറിവേറ്റീവ് എടുക്കുക, 2u, അതാണ് മുകളിൽ വരേണ്ടത്. അപ്പോൾ 2 എന്ന് പറയുന്ന ഒരു നമ്പറിൻ്റെ മിസ്സിങ് ഉണ്ട്. അപ്പോൾ നമ്മൾ 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മൾ നോർമലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യില്ലേ, ഡിനോമിനേറ്റർ ടേമിനെ യു എന്ന് വിളിച്ച് 1/u du ഫോമിലേക്ക് ആക്കി സബ്സ്റ്റിറ്റ്യൂട്ട്, യു സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വഴിയാണ് ചെയ്യുക. അപ്പോൾ ഇതിനെ നമുക്ക് ഒരു 2ഉം 2ഉം വെച്ചിട്ട് മൾട്ടിപ്ലൈയും ഡിവൈഡും കൂടെ ചെയ്താൽ ഇതിനെ എങ്ങനെ എഴുതാം, ലോഗ് ഓഫ് യു സ്ക്വയർ പ്ലസ് 4 എന്നാകും. ഈ ടേം ആണെങ്കിലോ 1/u സ്ക്വയർ പ്ലസ് 4 ആണ്. ഇൻ്റഗ്രൽ 1/x സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നുള്ളത് ടാൻ ഇൻവേഴ്സിൻ്റെ ടേമാണ്. സോ വിച്ച് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ഓഫ് യു ബൈ 2 എന്ന് നമുക്ക് എഴുതാം. പ്ലസ് സി, ദാറ്റ് ഇസ് ദ ഇൻ്റഗ്രൽ ഫോർമുല. ദെൻ ഈ യുവിനെയൊക്കെ റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എക്സിലേക്ക് മാറ്റുക, അത്രേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, യു ഒക്കെ എന്താണോ അതിനെ എക്സിലേക്ക് മാറ്റുക. യുവിൻ്റെ സ്ഥാനത്തൊക്കെ എക്സ് മൈനസ് 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈ ഫൈനൽ ആൻസറിലേക്ക് എത്തുന്നു. ജസ്റ്റ് ആ മെത്തേഡ്സ് മാത്രം ഓർത്തിരിക്കുക, ദെൻ പ്രോബ്ലം ചെയ്യാൻ എളുപ്പമാണ്. നെക്സ്റ്റ് സെക്ഷൻ ഈസ് 7.5. 7.5 എന്ന് പറഞ്ഞാൽ പാർഷ്യൽ ഫ്രാക്ഷൻ ആണ്. പാർഷ്യൽ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതാ, ഓക്കെ, 5x മൈനസ് 10, ഈ ഒരു ടേം ശ്രദ്ധിക്കുക, 5x മൈനസ് 10 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 3x മൈനസ് 4. ഇങ്ങനെ ഒരു ടേം ആണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ചോദിക്കുന്നത് എങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. സാധാരണഗതിയിൽ നമ്മൾ എന്ത് നോക്കും, താഴത്തെ ആളെടുക്കും, അയാളുടെ ഡെറിവേറ്റീവ് ആണോ മുകളിൽ നോക്കും, അങ്ങനെ യു സബ്സ്റ്റിറ്റ്യൂഷൻ പറ്റുമോ എന്നൊക്കെ നോക്കും. അങ്ങനെയൊക്കെ പറ്റത്തില്ലാത്ത സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലെ പാർഷ്യൽ ഫ്രാക്ഷൻ ആണ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ടേമിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തതായി ഇങ്ങനെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുമെങ്കിൽ ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യാമല്ലോ. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തൂടെ, 1/xൻ്റെ ഡെറിവേറ്റീവ് log x എന്നുള്ള കൺസെപ്റ്റിൽ ഇതിനെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് പോകാമല്ലോ. പക്ഷേ ഇവിടെ അത് നടക്കില്ല, മുകളിലും താഴെയും എക്സിൻ്റെ ഫങ്ഷൻസ് വരുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന മെത്തേഡിനെ, ഇതിനെ ഇങ്ങനെ ആക്കി കൺവേർട്ട് ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന മെത്തേഡിനെയാണ് പാർഷ്യൽ ഫ്രാക്ഷൻ എന്ന് പറയുക. സോ എങ്ങനെ ഇങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഈ പറയുന്നത്. ഓക്കെ, ഇതാ ഇങ്ങനെ ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് അറിയില്ല. അതേസമയം ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇയാളെ എങ്ങനെ, 2 കോൺസ്റ്റൻ്റ് ആണ്, 2നെ പുറത്തിറക്കി 1/x മൈനസ് 4 ഡെറിവേറ്റീവ് log x മൈനസ് 4 ആണ്. അതുപോലെ 3 കോൺസ്റ്റൻ്റ് ആണ്, 3നെ പുറത്തിറക്കി 1/x പ്ലസ് 1 ഡെറിവേറ്റീവ് ഇൻ്റഗ്രൽ log x പ്ലസ് 1 ആണ്. പ്ലസ് സി എന്ന് എഴുതി ഫൈനൽ ആൻസറിലേക്ക് നമുക്ക് പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിങ്ങനെ കിടക്കുമ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് ചെയ്യുന്ന മെത്തേഡാണിത്. സോ ഇതിനെയാണ് പാർഷ്യൽ ഫ്രാക്ഷൻ എന്ന് വിളിക്കുക. സോ എങ്ങനെ ഇതുപോലെ കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതാണ് മെയിനായിട്ടുള്ള മെത്തേഡ്. സോ 5x മൈനസ് 10 ഡിവൈഡഡ് ബൈ, ആദ്യമേ ഇതാ ഈ ടേമിനെ എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 4 എന്നുള്ള ഈ ടേമിനെ ഫാക്ടറൈസ് ചെയ്യുക. ഇതാ എക്സ് മൈനസ് 4 എക്സ് പ്ലസ് 1 ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്യുക. ഫാക്ടറൈസ് ചെയ്യാനായിട്ട് നമ്മൾ അതിൻ്റെ റൂട്ട്സ് കണ്ടുപിടിച്ചാൽ മതി. അതായത് എക്സ് സ്ക്വയർ മൈനസ് 3x മൈനസ് 4-നകത്ത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2a ചെയ്യുക. അപ്പോൾ എക്സിൻ്റെ വാല്യൂസ് കിട്ടും. എക്സിൻ്റെ വാല്യൂസ് 4 എന്നും -1 എന്നുമാണ് നമുക്ക് കിട്ടുക. x ഈക്വൽ ടു 4 എന്നും x ഈക്വൽ ടു -1 എന്നും കിട്ടും.
അതിൽ നിന്ന് എക്സ് മൈനസ് 4ഉം ഈ 4നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ -4 ആകുമല്ലോ. ഈ -1 ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ x+1 ആകും. സോ എക്സ് മൈനസ് 4ഉം x+1ഉം ഈ രണ്ട് ടേംസാണ് ഇതിൻ്റെ ഫാക്ടേഴ്സായിട്ട് വരിക. സോ x-4 × x+1 എന്ന് പറയുന്നതാണ് നമുക്ക് എന്തെന്ന് കിട്ടും, നമ്മുടെ ഫാക്ടേഴ്സായിട്ട് കിട്ടുക. സോ ഈ ഡിനോമിനേറ്റർ ടേമിനെ x-4 × x+1 എന്ന് നമ്മൾ എഴുതി കൊടുക്കുന്നു. ഇനി ഈ ഓരോ ടേം ന്യൂമറേറ്റർ ടേം നോക്കണ്ട, അതിനെ ഈ ഓരോ ടേമിനും സെപ്പറേറ്റ് ആയിട്ട് a/x-4 b/x+1 ഈ ഫാക്ടേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. a × x+1 പ്ലസ് b × x-4 ഡിവൈഡഡ് ബൈ എന്താ വരിക, ഈ രണ്ട് ടേംസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. അത് തന്നെയാണ് 5x-10 അപ്പം ഈ ഇവിടെ വരുന്ന ഡിനോമിനേറ്റർ ടേമും ഇവിടുത്തെ ഡിനോമിനേറ്റർ ടേമും സെയിം ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവരെ രണ്ടുപേരെ ഇങ്ങനെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ട് ഈ ന്യൂമറേറ്റേഴ്സ് മാത്രമായി നിൽക്കും. ഇവിടെ വരുന്ന ഡിനോമിനേറ്റർ ടേം എന്ന് പറയുന്നത് x-4 × x+1 ആണ്. ഇവിടുത്തെ ഡിനോമിനേറ്ററും x-4 × x+1 ആണ്. സോ അതുകൊണ്ട് അവരെ രണ്ടുപേരുടെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ഫൈനലി എന്തെന്ന് കിട്ടും, ന്യൂമറേറ്റർ ടേംസ് മാത്രമായിട്ട് കിട്ടും. ദാറ്റ് ഈസ് 5x-10 = a × x+1 പ്ലസ് b × x-4 എന്ന് നമുക്ക് കിട്ടും. ഇനി ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താ കിട്ടുക, ax + a അങ്ങനെയല്ലേ കിട്ടുക. ഇറ്റ് ഈസ് ഈക്വൽ ടു ax + a പ്ലസ് bx പ്ലസ് മൈനസ് 4b എന്നാണ് കിട്ടുക. ഇനി എക്സിൻ്റെ ടേംസ് ഒക്കെ കോമൺ ആയിട്ട് എടുത്താൽ എക്സ് എവിടെയൊക്കെ വരുന്നുണ്ട്, ax എന്നും bx എന്നും വരുന്നുണ്ട് അല്ലേ. വിച്ച് ഈസ് ഈക്വൽ ടു ഞാൻ താഴെ എഴുതുകയാണ് a + b × എക്സിൻ്റെ കോഎഫിഷ്യൻ. പിന്നെ ഉള്ളത് കോൺസ്റ്റൻറ്റ് ടേംസ് ആണ്. ആരൊക്കെ, a - 4b. ക്ലിയർ. അപ്പം എന്തായി, 5x-10 എന്ന് പറയുന്ന ആളാണ് ഇത് എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തായി, എക്സിൻ്റെ കോഎഫിഷ്യൻസിനെ തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആരാ, 5 ആണ്. ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആരാ, a + b. സോ a + b = 5 ആണ്. ഇവിടെ കോൺസ്റ്റൻറ്റ് ടേം ആരാ, -10. ഇവിടെ കോൺസ്റ്റൻറ്റ് ടേം ആരാ, a - 4b. സോ -10 = a - 4b. ഇങ്ങനെ നമുക്ക് രണ്ട് ടേംസ് കിട്ടും. ഇതാ കണ്ടോ, a + b = 5 ആൻഡ് a - 4b = -10. ഇങ്ങനെ നമുക്ക് കിട്ടും. ക്ലിയർ. ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്ത് എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കുക. a = 2 എന്നും b = 3 എന്നും കിട്ടും. രണ്ട് ഇക്വേഷൻസ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുകയോ ആഡ് ചെയ്യുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കുക. അപ്പോൾ a = 2 എന്നും b = 3 എന്നും ആയിരിക്കും നമുക്ക് കിട്ടുക. ഇതെവിടെ കൊണ്ട് ഇട്ട് കൊടുക്കണം, ഈ ഇക്വേഷനിൽ കൊണ്ടുപോയി ഇട്ട് കൊടുക്കണം. ഇവിടെ ഈ ഇക്വേഷൻ്റെ എയുടെ സ്ഥാനത്തും ബിയുടെ സ്ഥാനത്തും കൊണ്ടുപോയി ഇട്ട് കൊടുക്കുക, 2ഉം 3ഉം. അപ്പോൾ എന്തായി കണ്ടോ, ഈ പാറ്റേണിൽ കിട്ടും. ക്ലിയർ. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. സോ അത്രയേ ഉള്ളൂ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ റൂള്, ഇപ്പോൾ ഈ പറഞ്ഞ റൂള് തിയറിറ്റിക്കലി എഴുതി വെച്ചിരിക്കുന്നതാണ് ഈ ബോക്സിൽ കിടക്കുന്നത്. അത് നിങ്ങൾ നോട്ടിലേക്ക് എഴുതുക. അത് യൂസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ് ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ x² + x - 2. ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണം, x² + x - 2നെ ഫാക്ടറൈസ് ചെയ്യുക. x - 1 × x+2 എന്നാകും. ഇതിനെ എങ്ങനെ എഴുതണം, a/x-1 പ്ലസ് b/x-2. ഇങ്ങനെ എയും ബിയും എന്ന് പറയുന്ന രണ്ട് കോൺസ്റ്റൻസ് ഇട്ട് കൊടുത്ത് എഴുതുന്നു. ഇനി നമ്മുടെ ആവശ്യം എന്താ, എയും ബിയും കണ്ടുപിടിക്കണം അല്ലേ. അതിനെന്താ ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അവിടെ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക, 1 = എന്നിട്ട് ഡിനോമിനേറ്റർ കട്ടായി പോകുമല്ലോ. അപ്പം 1 = ഇവിടുത്തെ ന്യൂമറേറ്റർ = a × x+2 പ്ലസ് b × x-1 എന്ന് പറഞ്ഞായിരിക്കും കിട്ടുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് എന്ത് കിട്ടും, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ രണ്ട് ഇക്വേഷൻസ് ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് ഇവിടെ എന്ത് വരും, a + b ആണ് വരിക. ഇവിടെ എക്സിന് കോഎഫിഷ്യൻസ് ആരും ഇല്ല അല്ലേ. ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ a + b × x എന്ന് പറഞ്ഞാൽ വരിക. ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻസ് ആരും ഇല്ല. സോ 0 =
എ പ്ലസ് ബി എന്നൊരു ടേം കിട്ടും. ഇവിടുത്തെ കോൺസ്റ്റൻ്റ് ടേം ആരാ? 1 ആണ്. 1 ഈക്വൽ ടു ഇവിടുത്തെ കോൺസ്റ്റൻ്റ് ആരാ? 2a. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2a എന്ന് കിട്ടും. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ബി. സോ 2a മൈനസ് ബി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ കോൺസ്റ്റൻറ്റ്. ഈ രണ്ട് ഇക്വേഷൻസ് നമ്മൾ സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യുമ്പോൾ a ഈക്വൽ ടു 1/3 ആൻഡ് b ഈക്വൽ ടു -1/3 എന്നുള്ള വാല്യൂസ് നമുക്ക് കിട്ടും. അത് കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം എയുടെയും ബിയുടെയും സ്ഥാനത്ത്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു പാറ്റേണിൽ കിട്ടും. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇവരെ ഇങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. അങ്ങ് ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. എന്ത് വരും? ഈ 1/3 കോൺസ്റ്റൻ്റ് ആണ്, ഈ -1/3 കോൺസ്റ്റൻ്റ് ആണ്. പുറത്തേക്ക് ഇറക്കാം. അങ്ങനെ പുറത്തേക്ക് ഇറക്കി എഴുതിയിരിക്കുന്നതാണ് ഈ 1/3 -1/3. ദെൻ 1/x-1 ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ log x-1, 1/x+2 ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ log x+2. അത്രയേ ഉള്ളൂ. അതിനെ ഒന്ന് കമ്പൈൻ ചെയ്ത് എഴുതിയിരിക്കുന്നതാണ് ഈ ഫൈനൽ ആൻസർ. ഇനി അതുപോലത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് 2x + 4/x³ - 2x². ആദ്യം എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ ആയിട്ടുള്ള x³ - 2x² ഫാക്ടറൈസ് ചെയ്യുക. ഒരു x² പുറത്തേക്ക് എടുത്താൽ മതി. x² × x - 2 എന്നാകും അല്ലേ? അപ്പോൾ എന്താ നമ്മൾ ചെയ്യുന്നത്? ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ x², അതായത് എക്സിൻ്റെ പവർ 2 വരുന്നൊരു ടേം അവിടെ വന്നു അല്ലേ? എക്സിൻ്റെ പവർ 2 വരുന്നൊരു ടേം വന്നു. നേരത്തെ ചെയ്ത പ്രോബ്ലത്തിലൊക്കെ എക്സിൻ്റെ പവർ 1 ആയിരുന്നു. ഒരെണ്ണം x - 2 എന്നോ അല്ലെങ്കിൽ ഒരെണ്ണം x+4 എന്നോ അങ്ങനെയൊക്കെ വരും. അവിടെയൊക്കെ എക്സിൻ്റെ പവർ 1 ആണ്. x² എന്നൊരു ടേം വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് a/x + b/x² + c/x - 2. അതായത് ഈ x-2ന് കറസ്പോണ്ടിങ് ആയിട്ടൊരു c ഇട്ട് കൊടുത്തു. ഈ x²ലെ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു a വേണം, x²ന് കറസ്പോണ്ടിങ് ആയിട്ട് b വേണം. അപ്പം അവിടെ 3 കോൺസ്റ്റൻസ് ആണ് ആവശ്യം വരിക. ഇങ്ങനെ വേണം സ്പ്ലിറ്റ് ചെയ്യാൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇങ്ങനെ വേണം എഴുതിപ്പോകാൻ. സോ പാർഷ്യൽ ഫ്രാക്ഷനിൽ ഫാക്ടേഴ്സ് എങ്ങനെ വരുന്നു എന്ന് നോക്കിയിട്ട് വേണം എയും ബിയും സിയും ഉണ്ടോ അതോ എയും ബിയും മാത്രമേ ഉള്ളൂ. ചില കേസിൽ a b c d ഒക്കെ വരും. അതെങ്ങനെയാണെന്ന് നമുക്ക് പുറകെ വരുമ്പോൾ കാണാം. ഓക്കെ, ഇനി ഈ ഇക്വേഷനെ ഇതുപോലെ തന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ ന്യൂമറേറ്റർ ടേം 2x + 4 ഈക്വൽ ടു എയുടെ താഴെ എന്തുണ്ട്? എക്സ് ഉണ്ട്. അപ്പോൾ എക്സ് ഇട്ട് മൾട്ടിപ്ലൈ ഉണ്ട്. ഈ x²ഉം ഡിനോമിനേറ്ററായിട്ട് നമുക്ക് എന്താ വരേണ്ടത്? x² x - 2 ഇത്രയാണ് നമുക്ക് വരേണ്ടത് അല്ലേ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ a ഇൻറ്റു ഇവിടെ ഓൾറെഡി ഒരു എക്സ് ഉണ്ട്. x² x - 2 ആവാൻ വേണ്ടി ഒരു എക്സും ഒരു x - 2ഉം കൂടെ കൊടുത്താൽ മതി. അപ്പോൾ എയുടെ കൂട്ടത്തിൽ ഒരു എക്സും x - 2ഉം കൂടെ കൊടുത്തു. ബിയുടെ താഴെ x² ഉണ്ട്. x² x - 2 ആവാൻ വേണ്ടി എന്ത് ചെയ്യണം? ഒരു x - 2 മാത്രമേ മിസ്സിംഗ് ഉള്ളൂ. അതിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സിയുടെ താഴെ x - 2 ഉണ്ട്. x² x - 2 ആവാൻ വേണ്ടി x² ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ നോക്കിയാലും മതി. നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുന്നതിനേക്കാളും ഇങ്ങനെ നോക്കി ഡയറക്റ്റ് എഴുതി പോവാം. ഇനി ഈ ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയായി. ഇനി x²ൻ്റെ കോഎഫിഷ്യൻസിനെ തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. x²ൻ്റെ കോഎഫിഷ്യൻ്റ് a + c. ഇവിടെ x²ൻ്റെ കോഎഫിഷ്യൻ്റ് ആരുമില്ല, 0 ആണ്. അപ്പോൾ 0 ഈക്വൽ ടു a + c. ഇനി എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ ആരാ? -2a + b. ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 2. അപ്പോൾ -2a + bയുടെ വാല്യൂ 2 ആയിരിക്കും. ദെൻ കോൺസ്റ്റൻറ്റ് ടേം ഇവിടെ 4 ആണ്. ദാറ്റ് ഈസ് -2b. ഇത്രയും ഇക്വേഷൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ആ 3 ഇക്വേഷൻസ് വെച്ചിട്ട് സോൾവ് ചെയ്യുമ്പോൾ a ഈക്വൽ ടു -2, b ഈക്വൽ ടു -2, c ഈക്വൽ ടു 2 എന്നുള്ള വാല്യൂസ് കിട്ടും. ഈ വാല്യൂസ് കൊണ്ടേ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് പോകാം. ഓക്കെ, എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതെന്ന് നോക്കിയേ. കോൺസ്റ്റൻസിനെയൊക്കെ പുറത്തിറക്കുക. -2 പുറത്ത് വന്നു. 1/xൻ്റെ ഇൻ്റഗ്രൽ log x. -2 പുറത്തിറങ്ങി. 1/x² എന്നാണ് കിടക്കുന്നത്. ഓക്കെ, 1/x² ഇൻ്റഗ്രൽ -1/x എന്നാണ് വരിക. സോ ഈ 2 എന്ന് പറയുന്നത് -2 എന്നുള്ളത് +2 ആകും. 1/x എന്ന് കയറി വരും. ദെൻ ഈ 2 പുറത്തേക്ക് എടുത്തു. 1/x - 2ൻ്റെ ഇൻ്റഗ്രൽ log x - 2. അതിനെ ഒന്ന് കമ്പൈൻ ചെയ്ത് എഴുതിയിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നോക്കുക, ലീനിയർ ഫാക്ടേഴ്സിന് പവർ ഉണ്ടെങ്കിൽ, ലീനിയർ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ അത് ഡിനോമിനേറ്റർ ടേമിന് പവർ ഉള്ളതാണെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് ഇതുപോലെ a1x + b1 എന്ന് കൊടുക്കുന്നൊരു പരിപാടിയും കൂടെ ഉണ്ട്. അതാണ് അടുത്ത് വരാൻ പോകുന്നത്. കാണിച്ചു തരാം. ഈ ക്വസ്റ്റ്യൻ നോക്കുക.
എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 ഡിവൈഡ് ബൈ 3x ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 3x മൈനസ് 1. ഇതാണ് ഇക്വേഷൻ. ഈ താഴത്തെ ടേമിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യാണ്. ഈ ആദ്യത്തെ രണ്ട് ടേമിൽ നിന്ന് ഒരു എക്സ് സ്ക്വയർ പുറത്തേക്ക് എടുത്താൽ 3x മൈനസ് 1 കോമൺ ആയിട്ട് പുറത്ത് വരും. ദെൻ ഇവിടെ ഒരു 3x മൈനസ് 1 കിട്ടും, ഇവിടെ ഒരു 3x മൈനസ് 1 കിട്ടും. കോമൺ ആയിട്ട് പുറത്തെടുത്താൽ 3x മൈനസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 ഇങ്ങനെയാണ് കിട്ടുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ 3x മൈനസ് 1 എന്ന് പറയുന്നത് ലീനിയർ ഫാക്ടറാണ്. എക്സിൻ്റെ പവർ 1 ആണ് അല്ലേ. അപ്പോൾ എക്സിൻ്റെ പവർ 1 വരുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരൊറ്റ കോഎഫിഷ്യൻ്റ് a/3x മൈനസ് 1 എന്ന് എഴുതാം. ഇതെന്താ, എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ്. എക്സിൻ്റെ പവർ 1 അല്ല, അതിൽ കൂടുതലാണ്. സോ ഹയർ ഓർഡറിലുള്ള ലീനിയർ ഫാക്ടർ അല്ല, നോൺ ലീനിയർ ആയിട്ടുള്ള, അതായത് ഹയർ ഓർഡർ വരുന്നതാകുമ്പോൾ ഒരു കോൺസ്റ്റൻറ്റ്, സിംഗിൾ കോൺസ്റ്റൻറ്റ് കൊടുക്കുന്നതിന് പകരം bx പ്ലസ് സി എന്ന് വേണം കൊടുക്കാൻ. എക്സ് സ്ക്വയർ പ്ലസ് 1-ന് bx പ്ലസ് സി എന്ന് വേണം കൊടുക്കാൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതായത് ഇപ്പോൾ എക്സ് മൈനസ് 4 എന്ന് പറയുന്ന ഒരു ടേം ഉണ്ടെന്ന് വിചാരിക്കുക. ലീനിയർ ടേം ആണ്. ഇങ്ങനെ ഒരു ഫാക്ടർ വന്നാൽ കറസ്പോണ്ടിങ് ആയിട്ട് a/, എന്നൊരു ഫാക്ടർ കൊടുത്താൽ മതി. ഓക്കെ, ഇനി എക്സ് മൈനസ് 4 ദ ഹോൾ സ്ക്വയർ എന്നൊരു ടേം വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, a/x മൈനസ് 4 പ്ലസ് b/x മൈനസ് 4 ദ ഹോൾ സ്ക്വയർ എന്ന് വേണം എഴുതാൻ. അതാണ് നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ എക്സ് സ്ക്വയർ വന്നപ്പോൾ ചെയ്തത്. ഓക്കെ, ലീനിയറിന് ഒരു പവർ ഉണ്ടെങ്കിൽ, മനസ്സിലായോ, ലീനിയർ ആയിട്ടുള്ള ഫാക്ടറിന് ഒരു പവർ വന്നാൽ ഇങ്ങനെ വേണം എഴുതാൻ. രണ്ട് കോൺസ്റ്റൻസ് കൊടുത്ത് രണ്ടെണ്ണം സ്പ്ലിറ്റ് ചെയ്ത് വേണം എഴുതാൻ. a/x മൈനസ് 4 b/x മൈനസ് 4 ദ ഹോൾ സ്ക്വയർ എന്ന് വേണം കൊടുക്കാൻ. ഇനി നമ്മുടെ കയ്യിൽ എക്സ് സ്ക്വയർ മൈനസ് 4 ആണ് വന്നത് എന്ന് വിചാരിക്കുക. ഇതാണ് ഫാക്ടറെങ്കിൽ നമ്മൾ എഴുതേണ്ടത് ax പ്ലസ് b ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 4 എന്ന് വേണം എഴുതാൻ. മനസ്സിലായോ? എക്സ് മൈനസ് 4 മാത്രമേ ഉള്ളൂ എങ്കിൽ ഈ രീതിയിൽ വേണം പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാൻ. എക്സ് മൈനസ് 4-ന്, അതായത് എക്സിൻ്റെ പവർ 1 ആണ്, പക്ഷേ മൊത്തത്തിൽ അതിന് വേറൊരു പവർ ഉണ്ട്. ലീനിയർ ഫാക്ടറാണ് എക്സ് മൈനസ് 4 എന്ന് പറയുന്ന ലീനിയർ ഫാക്ടറാണ്, പക്ഷേ അതിനൊരു പവർ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ വേണം പാർഷ്യൽ ഫ്രാക്ഷൻ കൊടുക്കാൻ. നമ്മുടെ ഫാക്ടർ ലീനിയർ അല്ല, അതായത് എക്സിൻ്റെ പവർ 1 അല്ല എന്നുണ്ടെങ്കിൽ ഈ രീതിക്ക് വേണം ഫാക്ടറൈസ് ചെയ്യാൻ. ഈ 3 കേസുകൾ ഓർത്ത് വയ്ക്കുക. ക്ലിയർ ആണല്ലോ. എക്സ് സ്ക്വയർ എന്ന് തന്നെയാണ് ഒറ്റയ്ക്കാണ് വരണമെങ്കിൽ അത് ഈ രണ്ടാമത്തെ കേസായിട്ടാണ് കൂട്ടുന്നത്. മനസ്സിലായോ? ആദ്യത്തെ കണ്ട എക്സ് സ്ക്വയറും ഇപ്പോഴത്തെ ക്വസ്റ്റ്യനിൽ കണ്ട എക്സ് സ്ക്വയറും തമ്മിൽ കൺഫ്യൂസ്ഡ് ആവരുത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തായി, ഇവിടെ നോക്കുക, നമുക്ക് രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്. 3x മൈനസ് 1 ലീനിയർ ആണ്, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് a/3x മൈനസ് 1 എന്ന് കൊടുക്കാം. എക്സ് സ്ക്വയർ മൈനസ് 1 എന്ന് പറയുന്നത് ലീനിയർ അല്ല, അപ്പോൾ എന്താ, bx പ്ലസ് സി എന്ന് കൊടുത്തിട്ട് വേണം എക്സ് സ്ക്വയർ പ്ലസ് 1 കൊടുക്കാൻ. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുക. ക്ലിയർ ആണല്ലോ. ഇനി ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇക്വേഷൻ കിട്ടും. ദെൻ ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്യുക, കോഎഫിഷ്യൻസിനെ തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ 1 ആണ്, ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് a വരും. സോ a = 1 എന്ന് കിട്ടും. ഓക്കെ, ദെൻ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ 1 ആണ്, ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ത് വരും, ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ a അല്ല കേട്ടോ, 3b എന്നൊക്കെ വരുന്നുണ്ട്. സോറി, a പ്ലസ് 3b ആണ് എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ്. ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട്. എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് a പ്ലസ് 3b ആണ്, ഇവിടെ 1 ആണ്. സോ a പ്ലസ് 3b = 1. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് -b പ്ലസ് 3c ആണ്, ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആണ്. അങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. കോൺസ്റ്റൻറ്റ് ടേം a മൈനസ് c ആണ്, ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് ടേം -2 ആണ്. സോ അങ്ങനെ 3 ഇക്വേഷൻസ് ആണ് കിട്ടുക. ഈ 3 ഇക്വേഷൻസും കൂടെ സോൾവ് ചെയ്യുമ്പോൾ a = -7/5, b = 4/5, c = 3/5 കിട്ടും. 3 ഇക്വേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും വാല്യൂസ് കിട്ടും. ഇനി അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ വന്നു, എയും ബിയും സിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ടേം ഇങ്ങനെയാണ് കിട്ടുന്നത്.
-7/5 കോൺസ്റ്റൻ്റ് ആണ്, പുറത്തേക്ക് ഇറക്കി 1/3x-1 ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ log 3x-1 എന്നാണ് കിട്ടുക. log 3x-1 ഡിവൈഡഡ് ബൈ 3 ഉണ്ട്, ആ 3യും 5ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഈ 15 എന്ന് വന്നത് കേട്ടോ. ദെൻ 4/5 കോൺസ്റ്റൻ്റ് ആണ്, പുറത്തിറക്കി x/x² + 1 എടുത്തു. x/x² + 1 ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ x²+1 നമ്മൾ u എന്ന് വിളിക്കും. u = x² + 1 ആണെങ്കിൽ du = 2x dx എന്നാണ് വരിക. അപ്പോൾ ഇവിടെ x dx ഉള്ളൂ. അപ്പോൾ എന്തായി, du/2 ആണ് x dx. നമ്മൾ u സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ ചെയ്യുന്ന പോലെ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫൈനൽ ആൻസർ ആണിത്. log x² + 1/2 എന്നാണ് കിട്ടുക. ആ /2ഉം ഇവിടുത്തെ 4 ക്യാൻസലായി പോയിട്ടാണ് ഇത് 2 ആവുന്നത്. ദെൻ ലാസ്റ്റ് ടേം 3/5 കോൺസ്റ്റൻ്റ് ആണ്, അതിനെ പുറത്തേക്ക് ഇറക്കി എഴുതി 1/x² + 1 ഇൻ്റഗ്രേറ്റ് ചെയ്താൽ tan ഇൻവേഴ്സ് ഓഫ് x ആണ്. സോ ഫൈനൽ ആൻസറിലേക്ക് നമുക്ക് അങ്ങനെ എത്താം. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യനിൽ തന്നെ ഓൾറെഡി ഇത് ഫാക്ടറൈസ് ചെയ്ത് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താ, x+2 എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്, അതിന് കറസ്പോണ്ടിങ് a/x+2 എന്ന് കൊടുക്കാം. നോക്കിയേ, x² + 3 എന്നൊരു ടേം ഉണ്ട്, അത് ലീനിയർ അല്ല. ലീനിയർ അല്ലാണ്ട് വന്ന് എന്ത് ചെയ്യണം, a എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ഓൾറെഡി എടുത്തു, bx + c എന്ന് വേണം അതിന് കൊടുക്കാൻ. അതിനൊരു പവർ ഉണ്ട്, അതിനൊരു പവർ വന്ന് എന്ത് ചെയ്യണം, 2 എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താ, 2 ടേം ആയിട്ട് എഴുതണം. x² + 3ക്ക് ഒരു ടേം, x² + 3² വേറൊരു ടേം, അങ്ങനെ 2 ആക്കി വേണം എഴുതാൻ. അപ്പോൾ എങ്ങനെ എഴുതും, a/x+2 എന്ന് പറഞ്ഞൊരു ടേം, x² + 3ക്ക് വേണ്ടി ഒരെണ്ണം, x² + 3ക്ക് വേണ്ടി ആരെ കൊടുക്കണം, ഇത് ലീനിയർ അല്ലാത്തത് കൊണ്ട് bx + c എന്ന് കൊടുത്തു. ഇനി x² + 3² വേണ്ടി അടുത്തത്, ദാറ്റ് ഈസ് dx + e. അത് അങ്ങനെ തന്നെ കൊടുത്തതിൻ്റെ കാരണം എന്താ, ഇത് ലീനിയർ അല്ലാത്തത് കൊണ്ട്. ക്ലിയർ ആണല്ലോ. ഈ രീതിയിലാണ് നമ്മളിതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുന്നത്. സോ ഇക്വേഷൻ ദാ ഇങ്ങനെയായി. ഇനി ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിനോമിനേറ്റേഴ്സ് ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ ദാ ഇങ്ങനെയാണ് വരുന്നത്. ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് ദാ ഇങ്ങനത്തെ ഇക്വേഷൻ കിട്ടും. കോഎഫിഷ്യൻസ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. x⁴ കോഎഫിഷ്യൻറ്റ് രണ്ടിടത്തും നോക്കുക. ഇവിടെ 3 ആണ്, ഇവിടെ a + b ആണ്. സോ a + b = 3. ഇനി x³ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ 4 ആണ്, ഇവിടെ 2b + c ആണ്. സോ 2b + c = 4. ഇങ്ങനെ നമുക്കൊരു 5 ഇക്വേഷൻസ് ആണ് കിട്ടുക. ഈ 5 ഇക്വേഷൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സോൾവ് ചെയ്യുമ്പോൾ, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഓരോ വാല്യൂസും നമുക്ക് കിട്ടും. സോൾവ് ചെയ്തിരിക്കുന്ന മെത്തേഡാണിത് അവിടെ തന്നിരിക്കുന്നത്, നിങ്ങളത് നോട്ടിലേക്ക് എഴുതുക. സോൾവ് ചെയ്യുമ്പോൾ a = 1, b = 2, c = 0, d = 4, e = 0 എന്ന് കിട്ടും. അതൊക്കെ കൊണ്ടേ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് ഡയറക്റ്റ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക, x+2നെ 1/x+2നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ log x+2, 2x/x² + 3 ചെയ്യുമ്പോൾ log x² + 3 എന്നാണ് വരിക. കാരണം x² ഡെറിവേറ്റീവ് 2x ആണ് മുകളിൽ കിടക്കുക, അതുകൊണ്ട് കേട്ടോ. u സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്താൽ മതി, 1/u du എന്നുള്ള ഫോമിലാണ് കിട്ടുക. ലാസ്റ്റത്തെ ടേം എന്താ, x/x² + 3x² എന്നുള്ള x² + 3² dx എന്നുള്ള ഫോമിലാണ് വരിക. അപ്പോൾ അത് 1/x², അത് x² + 3നെ u ആയിട്ട് വിളിക്കുക, du എന്ത് വരും എന്ന് നോക്കുക. u സബ്സ്റ്റിറ്റ്യൂഷനാണ്, ആ രീതിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറാണ് 2/x² + 3. ഈ പുറത്തെ 4 ഒക്കെ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അത് വന്നത്. അങ്ങനെ നമ്മൾ ഫൈനൽ ആൻസറിലേക്ക് എത്തും. അതുപോലത്തെ വേറൊരു ക്വസ്റ്റ്യൻ ആണ്, ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ദ ടേം. അതായത് ന്യൂമറേറ്റർ ടേം ഭയങ്കര വലുതാണ്, ഡിനോമിനേറ്റർ ടേം വളരെ ചെറുതാണ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോവാം. ഓക്കെ, പോളിനോമിയൽസ് തമ്മിൽ ഡിവൈഡ് ചെയ്തെടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുന്നതിന് പകരമായിട്ട് ഇവരെ തമ്മിൽ ഡിവൈഡ് ചെയ്ത് എടുത്തിട്ട് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അതായത് ഈ മുകളിലത്തെ ടേം ഡിവൈഡഡ് ബൈ താഴത്തെ ടേം ഡിവിഷൻ ചെയ്യുക, സാധാരണ ഡിവിഷൻ ചെയ്യണ പോലെ തന്നെ. x² ഉണ്ട് ഇവിടെ, 3x⁴ ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, ഒരു 3x² ഇട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 3x² × x² ചെയ്യുമ്പോഴാണല്ലോ 3x⁴ വരിക. 3x² × x ചെയ്യുമ്പോൾ 3x³ 3x² × 2 ചെയ്യുമ്പോൾ -6x² എന്ന് വരും. ദെൻ ഇവരെ തമ്മിൽ സബ്ട്രാക്റ്റ് ചെയ്യുക, ഇതും ക്യാൻസലായി പോകുന്നു, ഇതും ക്യാൻസലായി പോകുന്നു. -5x² -6x² എന്നാണ് വരിക. ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട് അല്ലേ. അപ്പോൾ എന്താ വരിക, -5x²
മൈനസ് 6x² എന്ന് വരിക. അതായത് ഇത് പ്ലസ് ആയി പോകും. 6x² മൈനസ് 5x² എന്നാണ്. ദാറ്റ് ഇസ് എന്താ x² എന്ന് നമുക്കിതാ ഇവിടെ കിട്ടും. ഇനി ഈ x മൈനസ് 1നെ താഴത്തേക്ക് ഇറക്കി എഴുതി x മൈനസ് 1. ഇനി ഇത് x² മൈനസ് x മൈനസ് 1 കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ എന്താ നോക്കുക, ഇവിടെ x² ആണ് അല്ലേ. ഈ x²നെ എന്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ x² കിട്ടും? +1 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ഇവിടെ +1 കൊടുക്കുക. 1 ഇൻറ്റു x² ചെയ്യുമ്പോൾ x², 1 ഇൻറ്റു പ്ലസ് എക്സ് ചെയ്യുമ്പോൾ പ്ലസ് എക്സ്, 1 ഇൻറ്റു -2 ചെയ്യുമ്പോൾ -2. ഇതിനകത്ത് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക. -1 -2. അപ്പോൾ എന്തായി? +2 ആയില്ലേ. 2 - 1 എന്നാണ് വരിക. ദാറ്റ് ഈസ് 1 എന്ന് കിട്ടും. റിമൈൻഡറാണ് 1 അല്ലേ. അപ്പോൾ എന്താ ഈ ടേം എന്ന് പറയുന്നത് ദിസ് ടേം ഈക്വൽ ടു ഇവരുടെ പ്രൊഡക്റ്റ് +1 എന്നാണ് വരിക. മനസ്സിലായോ? അപ്പോൾ ഈ ടേം ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുക എന്ന് പറയുന്നത് എന്തായി? 3x² + 1 + 1/x² + 2. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനെ ബി വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഒരു കോഷ്യൻ്റ് കിട്ടി, ഒരു റിമൈൻഡറും കിട്ടിയെങ്കിൽ എ ഈക്വൽ ടു എങ്ങനെ എഴുതുക? BQ + R ഇങ്ങനെയല്ലേ നമ്മൾ എഴുതുക. ആ പാറ്റേണിൽ എഴുതി വെച്ചിരിക്കുന്നതാണിത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ആ പാറ്റേണിൽ എഴുതിയിട്ട് ഈ Q ഇട്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്ത് കളയുകയാണ്. A/Q = B + R/Q എന്ന് എഴുതാമല്ലോ. മൊത്തത്തിലൊരു Q ഇട്ട് ഡിവൈഡ് ചെയ്താൽ ആ പാറ്റേണിലാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് പോകാം. ഇയാളെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ഇയാളെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. 3x² + 1നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. 1/x² + x - 2നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അങ്ങനെ നമുക്ക് ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഫൈനൽ ആൻസറിലേക്ക് നമുക്ക് ഇങ്ങനെ എത്തിച്ചെല്ലാം. സോ പല മെത്തേഡുകളുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നതാണ് കേട്ടോ. അതുപോലെ ഇൻ്റഗ്രൽ 3x² + 2 ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ്റഗ്രൽ 3x² + 2 / x³ + 2x - 8 എടുക്കുക. ഈ ഡിനോമിനേറ്റർ ടേം x³ + 2x - 8നെ u ആയിട്ട് വിളിച്ചാൽ അതിൻ്റെ ഡെറിവേറ്റീവാണ് മുകളിൽ കിടക്കുക. സോ നമുക്ക് യു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഡയറക്റ്റ് യു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് log x³ എന്ന് പറഞ്ഞ് എഴുതാവുന്നതേ ഉള്ളൂ. ഡയറക്റ്റായിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ, അതുപോലെ ഈ ഇൻ്റഗ്രേഷൻ നോക്കുക. 2x - 1/x² + 1. സോ x² + 1ൻ്റെ എന്താണ് സ്പ്ലിറ്റ് ചെയ്യുക. x² + 1നെ 2x / എന്ന് പറഞ്ഞ് എഴുതുക, -1 / എന്ന് പറഞ്ഞ് എഴുതുക. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. ഈ ആദ്യത്തെ ടേം എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവാണ് മുകളിൽ കിടക്കുക, ലോഗ് എന്ന് പറഞ്ഞ് ഡയറക്റ്റ് എഴുതാം. രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സിൻ്റെ ടേമാണ് എഴുതിയിരിക്കുന്നത്. സോ ഡയറക്റ്റായിട്ട് ആൻസറിലേക്ക് പോകാം. ഇതുപോലെ ക്വസ്റ്റ്യൻ കണ്ടാൽ ആദ്യമേ തന്നെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതുപോലെ സിമ്പിളായിട്ട് ആൻസറിലേക്ക് എത്താവുന്ന ക്വസ്റ്റ്യൻസും തന്നിട്ടുണ്ടാവും. അപ്പോൾ ക്വസ്റ്റ്യൻ ആദ്യം ഒബ്സർവ് ചെയ്യുക. പാർഷ്യൽ ഫ്രാക്ഷൻ കൊടുക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ മാത്രം അത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ എക്സ്പ്ലെയിൻ ചെയ്ത പ്രോബ്ലംസ് ഒക്കെ നോട്ടിലേക്ക് എഴുതി വെക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഓക്കെ, ദെൻ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്.